ഇപ്പോഴത്തെ ഒരു ട്രെൻഡായ മൈക്രോ ഗ്രീൻ കൊണ്ടൊരു നാടൻ വിഭവം ഉണ്ടാക്കി കാണിക്കുകയാണ് ഇന്ന് നമ്മുടെ രാജലക്ഷ്മി അമ്മ. അതെന്താണെന്ന് നമുക്ക് കാണാം. വരൂ. ഞാൻ ഇന്ന് വ്യത്യസ്തമായ ഒരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്കിലും ഇന്ന് എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയ ഒരു നല്ല കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് എൻ്റെ അടുക്കളക്കകത്ത് ഞാൻ പാകി കിളിർപ്പിച്ച് എടുത്ത ചെടി, പയറിൻ്റെ ചെടിയാണിത്. ഇതിനെ മൈക്രോ ഗ്രീൻ എന്നാണ് പറയുന്നത്. എനിക്ക് എല്ലാ ദിവസങ്ങളിലും ഇലക്കറി കൂട്ടാം. അതിനുവേണ്ടി ഞാൻ ഓരോ ട്രേയിലും പാകി കറി വെക്കാൻ എടുക്കാം. നമുക്ക് നോക്കാം. ഇത് 5-6 ദിവസമായ ചെടിയാണ്. മുറിച്ചെടുക്കാം. നമുക്ക് താത്തു വെച്ച് തന്നെ മുറിക്കാം. മണ്ണൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം. കാരണം നമുക്കിത് ഭയങ്കര ഒരു സന്തോഷമാണ്. സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്തത് നമ്മുടെ അടുക്കളക്കകത്ത് വെച്ച് തന്നെ ഇത് മുറിച്ചെടുത്ത് തോരൻ എന്താണ് ഉപ്പേരി വെച്ച് കൂട്ടുന്ന അത്ര ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. സന്തോഷവും കൊണ്ട് ആരോഗ്യത്തിനും കൊള്ളാം. 10 ദിവസത്തിൽ കൂടുതൽ നിൽക്കൂല. ഈ 10 ദിവസത്തിൽ നമ്മളിത് മണ്ണും വളവും ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് കേട്ടിട്ടില്ലേ നിങ്ങൾ, നടുകിൽ തിന്നാമെന്ന്, നമുക്ക് വരാൻ നടുകിൽ തിന്നാമെന്നുള്ള അതാണ്. നടുകിൽ ഞാൻ നട്ടത് കൊണ്ട് ഞാൻ സന്തോഷമായി. ഞാനിത് ഇങ്ങനെ അരിയൊക്കെ ചെയ്യുന്നെങ്കിലും എനിക്ക് സന്തോഷമാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യണമെങ്കിലും എനിക്ക് ഇതിൽ അറുത്തെടുക്കാൻ തോന്നൂല. അടുക്കാൻ നേരത്ത് സന്തോഷമാണെന്നൊക്കെ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നെങ്കിലും എനിക്ക് അറുക്കാൻ തോന്നില്ല. കാരണം എനിക്ക് ഇതിനെ ഓമനിച്ച് നിർത്തിയേക്കണമെന്നുള്ളതാണ്. നല്ല പച്ചപ്പോടുകൂടി നിർത്തിയേക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. അതുകൊണ്ട് നമുക്ക് ഇനി ഇത് എങ്ങനെ കറിയാക്കാമെന്ന് നോക്കാം, കൊണ്ടുപോകാം. അപ്പോൾ നമുക്കിത് പാകം ചെയ്തെടുക്കുന്നതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇത് ഈ മൈക്രോ ഗ്രീൻ ഞാൻ അരിഞ്ഞത്, ഇത് അതിൻ്റെ ആവശ്യത്തിന് കുറച്ച്, ഇതിൻ്റെ അളവനുസരിച്ച് കുറച്ച് ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, കുരുമുളക് പൊടിച്ചത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത് 3 മുട്ട മതിയായിരുന്നു. ചെറിയ മുട്ട ആയതുകൊണ്ട് ഞാൻ 4 മുട്ട ഉടച്ചൊഴിച്ച്. ഉപ്പ് ആവശ്യത്തിന്. കാരണം ഇത് വഴണ്ടു വരുമ്പോൾ ഇത് വളരെ കുറച്ചേ കാണൂ. അതിൻ്റെ കൂടെ മുട്ടയും കൂടെ നമ്മൾ ചേർത്തേ കുറച്ച് ഇത് നമുക്ക് കഴിക്കാൻ കാണുള്ളൂ. ഒരു പയർമണിയേക്കാളും 10 ഇരട്ടി ഗുണം ഇതിനുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ഇപ്പോൾ കടുകിടാം. കടുക് വളരെ കുറച്ച് കടുക് ഇട്ടാൽ മതി. കാരണം ഇതൊരു ഉപ്പേരി ആയിട്ടാണ്, തോരനായിട്ടല്ല വയ്ക്കുന്നത്. തേങ്ങ ഇടുന്നില്ല ഇന്ന്. തേങ്ങ വേണമെങ്കിലും ഇടാം. തേങ്ങ ഇട്ടാൽ കുറച്ച് തോനെ കാണും. ആവശ്യത്തിനുള്ള ഉള്ളി, ഉപ്പ് കൂടെ ഇടാം. ഇട്ടാലേ ഉള്ളി വേഗം വരണ്ടു വരുള്ളൂ. അതിന് ഉള്ളി വാടി പയറിടാൻ പോവുകയാണ്. നേരം ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് മൂടി ഇടക്കി നോക്കാം. ഇല നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കുറച്ച് സമയം വേണ്ടി നല്ലതുപോലെ വെന്തിട്ടുള്ളൂ. നമുക്കിനി ഇതിൽ പച്ചമുളക് ഇടാം. കുരുമുളകും ഇടാം. കുരുമുളക് ചതച്ചതാണ്, പൊടിച്ചതല്ല, ചതച്ചതാണ്. കുരുമുളക് തോനെ ഇടണം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ നല്ല രുചിയായിട്ട് നമ്മളെ നാവിൽ നിൽക്കണം. അതിനൊപ്പം കുരുമുളക് ഇടണം. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മളിപ്പം ഇതിങ്ങി പാത്രത്തിൽ കോരിയിട്ട് പിന്നെ മുട്ട ഇട്ട് ഇങ്ങനെ ഇളക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് ഒത്തിരി നമ്മളെപ്പോഴും എളുപ്പ പണികൾ വേണം ചെയ്യാനുള്ളത്. നമുക്ക് ആ പാചകം പെട്ടെന്ന് തീർത്ത് ആണല്ലേ നമുക്ക് ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈ മുട്ട ഇതിൻ്റെ മധ്യത്തോട്ട് ഒഴിക്കണം. ഇനി നമ്മളിങ്ങനെ ഒന്ന് ചിക്കി തോർത്ത് ഇങ്ങനെ ഇളക്കിയൊക്കെ നിൽക്കുമ്പം ഇളക്കിയൊക്കെ ആകുമ്പോൾ അതിങ്ങനെ നല്ല ഒരു ഇതിൽ വരും. അപ്പം നമുക്ക് ഇത് റെഡിയായി. നമുക്ക് കോരാം. വേറൊരു പാത്രത്തിലേക്ക് കോരാം. നല്ല ഗുണമുള്ള സാധനമാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കും. ചോറിനാനൊരു കറിഞ്ഞ നമുക്കിതിനെ പറയാൻ പറ്റൂല. ഏത് രീതിയിലും നമുക്കിത് കഴിക്കാം, സംതൃപ്തമായി കഴിക്കാം. കാരണം വിഷം ഇല്ലാത്ത ഇലക്കറിയാണ്. പിന്നെ എനിക്ക് ഞങ്ങൾ ചോറിന വേറെ ഞാനൊരു കറി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് നല്ല തേങ്ങ വറുത്തരച്ച തീയലാണ്. ആ തീയലും ഇതും കൂട്ടും നല്ല ചോറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ.